ഒരു മാസത്തിൽ 3 നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ, ഒരു മാസത്തിൽ 3 നോമ്പ്, മൻ സാമ സലാസത അയ്യാമിൻ മിൻ കുല്ലി ഷഹ്രിൻ, എല്ലാ മാസവും 3 നോമ്പ് നോറ്റാൽ ഫഖദ് സാമ ദഹ്റ കുല്ല, കൊല്ലം മുഴുവനായി അവൻ നോമ്പ് നോറ്റ പ്രതിഫലമാണ്. ഒരു നോമ്പിന് 10 ഇരട്ടി. ഒരു നോമ്പ് നോറ്റപ്പോ 10 നോമ്പ് നോറ്റ കൂലിയായി. 3 നോമ്പ് നോറ്റാൽ 30 നോമ്പ് നോറ്റ കൂലിയായി. എല്ലാ മാസവും അത് തുടർന്നു കഴിഞ്ഞാൽ വർഷം മുഴുവൻ ഒരു നോമ്പുകാരന്റെ പ്രതിഫലമാണ് അവനുള്ളതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ചെയ്യാനുള്ള പ്രോത്സാഹനമാണ്. ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു നന്മക്ക് ഒരു പ്രതിഫലം നിശ്ചയിച്ചതിന് പകരമായി 10 ഇരട്ടിയാണ്. ചിലപ്പോൾ ആ 10 ഇരട്ടി 700 ഇരട്ടി വരെ അവന്റെ നിയ്യത്തും സാഹചര്യവും പരിഗണിച്ചുകൊണ്ട് ലഭിക്കും. ഒരൊറ്റ നന്മക്ക് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി ഒരാൾ നന്മ ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ അയാൾക്ക് സാധിച്ചില്ല എങ്കിൽ പോലും ആ നിയ്യത്തിന് പോലും അയാൾക്ക് പ്രതിഫലമുണ്ട്. ഇസ്ലാമിന്റെ ഗുണം മനസ്സിലാക്കാതെ ജീവിക്കരുത് നമ്മൾ. മൻ ഹമ്മ ബിഹസനത്തിൻ, ഒരാൾ നന്മ ചെയ്യാൻ വിചാരിച്ചു, ഫലം യഅമൽഹാ, അവന് ചെയ്യാൻ സാധിച്ചില്ല, കുത്തിബത് ലഹു ഹസനത്തുൻ, എങ്കിലും അവന് ഒരു നന്മ രേഖപ്പെടുത്തുന്നു. നല്ലൊരു മനസ്സോടെ നെയ്യത്തോടെ അവൻ വിചാരിച്ചതിന്. ഫൈൻ അമിലഹാ, ഇനി അവൻ അത് ചെയ്താൽ കുത്തിബത് ലഹു അശ്റ, അവന് 10 നന്മ രേഖപ്പെടുത്തുന്നു. നേരെ തിരിച്ച് വമൻ ഹമ്മ ബിസയ്യിഅത്തിൻ, ഒരാൾ ഒരു തെറ്റു ചെയ്യണമെന്ന് വിചാരിച്ചു, ഫലം യഅമൽഹാ, എന്നാൽ അവൻ അത് ചെയ്തില്ല എങ്കിൽ ലം തുക്തബ് ശൈഅൻ, ഒരു കുറ്റവും അവന്റെ പേരിൽ രേഖപ്പെടുത്തുന്നതല്ല. തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ തെറ്റ്, അതിന്റെ കുറ്റം അവന് ഉണ്ടാവില്ല വിചാരിച്ചതിന്. ഫൈൻ അമിലാ, ഇനി ഒരു തെറ്റവൻ ചെയ്യണമെന്ന് വിചാരിച്ചത് ചെയ്താൽ കുത്തിബത്ത് സയ്യിഅതൻ വാഹിദ, ഒരു തെറ്റായിരിക്കും അവന് പരിഗണിക്കുക. ഇസ്ലാം, അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ അവസരങ്ങളെല്ലാം നൽകിയിട്ടും നമ്മൾ എന്തിനാണ് നന്മയിൽ നിന്ന് പിറകോട്ട് മാറുന്നത്? പല പള്ളികളിലും നമസ്കാരത്തിന് ആളുകൾ കുറഞ്ഞു. റമദാനിൽ ആൾക്കൂട്ടമെല്ലാം കണ്ടപ്പോ AC ഒക്കെ ലെവലാക്കി, കാർപ്പറ്റൊക്കെ ഉഷാറാക്കി വിരിച്ചു കൊടുത്തു. പക്ഷെ റമദാൻ കഴിഞ്ഞപ്പോ ആളുകളെ കാണാനില്ല. പരസ്പരമുണ്ടായിരുന്ന സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ വിളനിലമായി മാറേണ്ടിയിരുന്ന നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ വിള്ളലുകൾ വരുന്ന അവസ്ഥയിലേക്ക് വരാതിരിക്കാൻ റമദാനിന് ശേഷവും നമ്മൾ നല്ല ജീവിത നന്മകളെ കൊണ്ട് നടക്കാൻ നമുക്ക് സാധ്യമാകണം. എത്രത്തോളം എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുന്നവർക്ക് പോലും വലിയ പ്രതിഫലമാണ്. എല്ലാവർക്കും എല്ലാതും ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ, അറിയിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അതുപോലും നിനക്ക് ഗുണമാണ്. ഒരു സംഭവം രേഖപ്പെടുത്തി കാണാൻ സാധിക്കുകയാണ്. അബൂ മസ്ഊദ് അൻസാരി റളിയല്ലാഹു അൻഹു പറയാം, ഒരിക്കൽ നബിയും സഹാബത്തും എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇന്നി ഉബ്ദി അബീ ഫഹ്മില്ലി, പ്രവാചകരെ, ഞാൻ വാഹനം നഷ്ടപ്പെട്ട ഒരാളാണ്, ഞാൻ അവശനായി കിടക്കുകയാണ്, നിങ്ങളൊന്ന് എന്നെ സഹായിക്കണം, എനിക്ക് പകരം ഒരു വാഹനം സംവിധാനം ചെയ്തു തരണം, എന്റെ വാഹനം നഷ്ടപ്പെട്ടു. ഫഖാൽ, നബി തങ്ങൾ പറഞ്ഞു, മാ ഇൻദി, എനിക്ക് തരാൻ പറ്റുന്ന, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്റെ കയ്യിലില്ല. ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ് അന അദുല്ലുഹു അലാ മൻ യഹ്മിലു, നബി തങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അത് കേട്ടിരുന്ന ഒരു സ്വഹാബിയായ അൻസാരിയായ മനുഷ്യൻ പറഞ്ഞു, നബിയെ, എനിക്കൊരാളെ അറിയാം, അദ്ദേഹത്തിനൊരു വാഹനം സംവിധാനിച്ചു തരാൻ കഴിവുള്ള ആളാണ്. ഒരാളെ പറഞ്ഞു കൊടുത്ത് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, നിങ്ങൾ ഇയാളെടുത്ത് പൊയ്ക്കോളൂ, അയാൾ നിങ്ങളെ സഹായിക്കും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി തങ്ങൾ അവരോട് പറഞ്ഞു, എല്ലാവരോടും പറയാ, മൻ ദല്ല അലാ ഖൈർ, ആരെങ്കിലും ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, അത് അറിയിച്ചു കൊടുത്തവന്, അത് ചെയ്ത വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലം പോലെ ലഭിക്കുന്നതാണ്. നമുക്കൊരു നന്മ അറിയാം, ആ നന്മ ഒരു മെസ്സേജായി, ഒരു ഫോൺ വിളിയായി, ഒരു പുസ്തകമായി, ലഘുലേഖയായി നമ്മൾ കൊടുത്ത് കൈമാറി കൊടുത്താൽ ആ നന്മ പ്രവർത്തിച്ചവന് കൂലിയുണ്ട്, സംശയമില്ല. എങ്കിൽ അത് പറഞ്ഞു കൊടുത്ത, എത്തിച്ചു കൊടുത്തവനും അതുപോലെ പ്രതിഫലമുണ്ട്. എത്ര കൃത്യമായി നമ്മൾ പഠിപ്പിക്കാം. നന്മയിലേക്കും തിന്മയിലേക്കുമുള്ള ക്ഷണങ്ങൾ ഇന്ന് നാടുകളിൽ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുക, നമ്മൾ ഏത് കൂട്ടത്തിലാണ്?
ഒരു വിഭാഗം ആളുകൾ നന്മയിലേക്ക് വിവിധങ്ങളായ കാര്യങ്ങളുമായി അവർ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. മറുഭാഗത്ത് സകല തിന്മകളുടെ വാതിലും തുറന്നിട്ടുകൊണ്ട് അവരും നമ്മളെ മാടി മാടി വിളിക്കുന്നു. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? മൻ ദആ ഇലാ ഹുദാ, ആരെങ്കിലും നന്മയിലേക്ക് സത്യത്തിലേക്ക് ക്ഷണിച്ചാൽ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ഷൈആ. നന്മയിലേക്ക് വിളിക്കുന്ന വ്യക്തികൾക്ക് ഒട്ടും പ്രതിഫലം കുറയാതെ ചെയ്തവർക്ക് ലഭിക്കുന്ന കൂലി പോലെ തന്നെ സൽക്കർമ്മത്തിലേക്ക് വിളിച്ചാൽ അവർക്കും അതിന്റെ കൂലിയുണ്ട്. എന്നാൽ ഒരാൾ തിന്മയിലേക്ക്, വഴികേടിലേക്ക്, പിഴവിലേക്ക് ക്ഷണിച്ചാലോ അയാൾ വിളിക്കുന്നത് മുഴുവൻ നെറികേടിലേക്കാണ്. വമൻ ദആ ഇലാ ളലാലത്തിൻ, ഒരാൾ വഴികേടിലേക്ക് ക്ഷണിക്കുന്നു, കാന അലൈഹി മിനൽ ഇസ്മി, അയാൾക്കും കുറ്റമുണ്ട്. മിസ്ലു ആസാമി മൻ തബിഅഹു, അത് ചെയ്യുന്ന വ്യക്തികൾക്ക് കുറ്റം കിട്ടുന്ന പോലെ. ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈആ, തെറ്റു ചെയ്ത മനുഷ്യന്റെ പാപങ്ങൾ കുറയാതെ തന്നെ ഈ ക്ഷണിച്ച വ്യക്തിക്കും അതിൻ്റെതായ ശിക്ഷകൾ ലഭിക്കുന്നതാണ്. നമ്മൾ കാരണം നമ്മുടെ നാട്ടിൽ ഒരു നന്മയുണ്ടായിട്ടുണ്ടെങ്കിൽ ആ നന്മയുടെ എല്ലാ വഴികളുടെയും കൂലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. തിരിച്ചാലോചിക്കണം, നമ്മൾ കാരണം നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു തിന്മ കാലങ്ങളായി തുടരുന്നുവെങ്കിൽ അതിന്റെ മുഴുവൻ തിക്തഫലങ്ങൾ അയാൾ വീണ്ടും അനുഭവിക്കേണ്ടി വരും. ഹദീസിലൂടെ വന്ന പ്രയോഗമാണ്. എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാ? ഇസ്ലാം സ്വീകരിച്ച പ്രമുഖരിൽ ഒന്നാമത്തെ ആളുകളുടെ കൂട്ടത്തിൽ എണ്ണാവുന്ന ആളിൽപ്പെട്ടവരാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയാണ്, ഞാൻ ഇസ്ലാമുമായി കൊണ്ട് പലരുടെയും അരികിലേക്ക് ചെന്ന് ക്ഷണിക്കാൻ തുടങ്ങി. മാ ദഅഉതു അഹദൻ ഇലൽ ഇസ്ലാം, ഞാൻ ഇസ്ലാമിലേക്ക് ഓരോരുത്തരെ ക്ഷണിക്കാൻ തുടങ്ങിയപ്പോ ഇല്ലാ കാനത് ലഹു അൻഹു കബവതുൻ വതറദ്ദുദുൻ വനദറുൻ, എല്ലാവരുടെ അടുത്ത് ചൊല്ലുമ്പോഴും അവര് പറയും ആലോചിക്കട്ടെ, നോക്കാം, ചിന്തിക്കട്ടെ. ഇല്ലാ അബൂബക്കറിൻ, ആ സമയം പോലും എടുക്കാതെ, ആലോചിക്കട്ടെ എന്ന് പോലും പറയാതെ ക്ഷണിച്ച ക്ഷണത്തിൽ തന്നെ അപ്പടി ഇസ്ലാം സ്വീകരിച്ചയാളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബിതങ്ങളാണ് ക്ഷണിച്ചത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്. എന്നിട്ട് പറയാ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ജീവിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് ഇറങ്ങിയിട്ട് ഒരുപാട് ആളുകളെ ഇസ്ലാമിന്റെ നന്മയിലേക്ക് ക്ഷണിച്ചു. ചരിത്രം പറയുന്നു, അസ്ലമ അലാ യദൈഹി വബിദഅവതിഹി ഖംസതൻ മിൻ കിബാരി സ്വഹാബത്തിൽ ഖുറശി, 5 പ്രമുഖരായ ഖുറൈശി സ്വഹാബിമാർ ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ നന്മയിലേക്കുള്ള ക്ഷണമാണ്. നമുക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ വകുപ്പുണ്ടോ? നാട്ടിൽ തിന്മ ചെയ്യുന്ന ആളുകളെ നന്മയിലേക്ക് ക്ഷണിച്ച ഒരു ഉദാഹരണം പറയാൻ നമ്മുടെ കയ്യിലുണ്ടോ? 5 ആളുകളെ. ആരാ 5 ആളുകൾ? സ്വർഗമുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 5 പേര് ഇസ്ലാമിലേക്ക് വന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ക്ഷണത്തിലാണ്. ആരൊക്കെയാ? സുബൈർ ബിൻ അൽ-അവാം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, വതുൽഹത്ത് ബിൻ ഉബൈദില്ലാ, വഅബ്ദുറഹ്മാൻ ബിൻ ഔഫ്, വസഈദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ചെറിയ ആൾക്കാരൊന്നല്ല, 5 പ്രമുഖർ ഇസ്ലാമിലേക്ക് വന്നു. അവരുടെ കീഴിലുണ്ടായ നന്മകൾ എത്ര ഉണ്ടാകും? അതിന്റെയൊക്കെ ഓഹരി കൈപ്പറ്റാൻ സാധിച്ചു. നമ്മളൊക്കെ പല ഹദീസും വായിക്കുമ്പോൾ കേൾക്കുന്നൊരു പേരുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ പേര് വെറുതെ പറയുന്ന പേരല്ല. 5373 ഹദീസുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ധീരനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പണ്ട് മുസ്ലിം ആയിരുന്നില്ല. തുഫൈൽ ബിൻ അംർ ദൗസി എന്ന് പറയുന്ന ആളുടെ ഇസ്ലാമിക ദഅവത്തിന്റെ ഭാഗമായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. തുഫൈൽ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിഫലം എത്രയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. നന്മയുടെ പ്രതിഫലം അങ്ങനെയാണ്. മനുഷ്യരെ കണക്കില്ലാത്ത ഇരട്ടിയായി വലിയ വലിയ വിപ്ലവകരമായ പ്രതിഫലങ്ങളും നന്മകളും വിജയങ്ങളുമാണ് കാത്തിരിക്കുന്നത്. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, എന്നാൽ ചില മനുഷ്യരുണ്ട്, അവർ പിഴവുകളിൽ നിന്ന് പിഴവുകളിലേക്ക് ജനങ്ങളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ പാപഭാരങ്ങൾ അവർ നാളെ പരലോകത്ത് ഏറ്റെടുക്കേണ്ടി വരും. അവരാണ് ജനങ്ങളെ പിഴപ്പിക്കുന്നവർ. വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ജനങ്ങൾക്ക് നന്നാവണമെന്നുണ്ട്, ദീനിയായി ജീവിക്കണമെന്നുണ്ട്, അഹ്ലുസുന്ന മുറുകെ പിടിക്കണമെന്നുണ്ട്.
പക്ഷേ ജനങ്ങളുടെ മേൽ അവരുണ്ടാക്കുന്ന കനത്ത തീരുമാനങ്ങളും ജനങ്ങളെ നന്മയിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നവരെ പറ്റി ഖുർആൻ പറയാണ്, വലയഹ്മിലുന്ന അസ്ഖാലഹും വഅസ്ഖാലം മഅ അസ്ഖാലിഹിം വലയുസ്അലുന്ന യൗമൽ ഖിയാമത്തി അമ്മാ കാനൂ യഫ്തറൂൻ. ഒരു വിഭാഗം ആളുകൾ വലയഹ്മിലുന്ന അസ്ഖാലഹും, അവർ നാളെ പരലോകത്ത് അവർ ചെയ്ത പാപത്തിന്റെ പാപഭാരങ്ങളെല്ലാം വഹിക്കേണ്ടി വരും. പണ്ഡിതന്മാരാണ് അവർ. വഅസ്ഖാലം മഅ അസ്ഖാലിഹിം, അവരുടെ ഭാരത്തിന്റെ കൂടെ മറ്റുള്ളവരുടെ പാപഭാരം കൂടെ അവർ വഹിക്കേണ്ടി വരും. ഇവര് കാരണം കൊണ്ടാണ് ആ ജനങ്ങൾ പിഴച്ചത്, ഇവര് കാരണം കൊണ്ടാണ് ആ ജനങ്ങൾ തിന്മയിലേക്ക് പോയതെങ്കിൽ അതിന്റെ പാപഭാരങ്ങൾ കൂടെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഖിയാമത്ത് നാളിനെ പറ്റി വിശുദ്ധ ഖുർആനാ പറഞ്ഞു. നമ്മളൊക്കെ എത്ര തവണ ഓതിയവരാണ് സുഹൃത്തുക്കളെ, എത്ര തവണ പഠിച്ചവരാ സൂറത്ത് യാസീൻ. യാസീൻ സൂറത്തിന്റെ അർത്ഥം പഠിക്കാത്ത മഹല്ല് നിവാസികളോട് നിങ്ങൾ ഒരു തവണയെങ്കിലും അതിന്റെ അർത്ഥമൊന്ന് വായിക്കണം, അതിൽ നിന്ന് പഠിക്കാൻ ഒട്ടനേകം കാര്യങ്ങളുണ്ട്. ഇതിലൊരായത്തുണ്ട്, ഇന്നാ നഹ്നു നുഹീൽ മൗതാ വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. സൂറത്ത് യാസീനിലെ ഈ ആയത്ത് വിശദീകരിച്ച് പണ്ഡിതന്മാര് പറഞ്ഞതാണ്, അല്ലാഹു തആലയാണ് മനുഷ്യരെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എന്ന് പറഞ്ഞിട്ട് വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും, മനുഷ്യർ ചെയ്തു കൂട്ടുന്ന മുൻകൂട്ടി പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളും അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി അവർ ചെയ്യേണ്ടതില്ല, അവർ ചെയ്തു വെച്ചതിന്റെ അനന്തര ഫലങ്ങൾ ആസാറഹും, അവൻ ചെയ്തു വെച്ചത് അതിന്റെ അനന്തര ഫലമായി, അവന്റെ ചെയ്ത പ്രവർത്തനത്തിന്റെ അനന്തര ഫലമായി പിന്നെ എന്തൊക്കെ നന്മ ഉണ്ടായിട്ടുണ്ടോ അതും അവന്റെ പേരിൽ രേഖപ്പെടുത്തപ്പെടുന്നു. നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ ആസാറുകൾ ബാക്കി വേണം. ഇസ്ലാമിക ലോകത്ത് മഹാപണ്ഡിതന്മാർ തഫ്സീർ എഴുതിയ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ കിതാബുകൾ ഇന്ന് ലോകത്ത് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ആസാറാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഇസ്ലാമിക വിജ്ഞാനങ്ങൾ എഴുതി വെച്ചു, ജനങ്ങൾക്ക് ഇത് പങ്കുവെച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ അമല് രേഖപ്പെടുത്തപ്പെട്ടു, ശേഷമുണ്ടാകുന്ന ആസാറുകൾ രേഖപ്പെടുത്തപ്പെടുന്നു. നമ്മുടെ നാട്ടിലെ പള്ളികൾ, ദീനീ സ്ഥാപനങ്ങൾ, മദ്രസകൾ, യതീംഖാനകൾ ചെയ്തു വെച്ച ആളുകളൊക്കെ കാലിയായി അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചു പോയാലും ആ നന്മയുടെ ആസാറുകൾ അവരുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തപ്പെടുമെങ്കിൽ നമ്മൾ ആലോചിക്കണം, ഞാൻ മരിച്ചു പോയാലും എന്റെ പേരിൽ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്. അങ്ങനെ ലോകത്ത് ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഹദീസുകൾ പറയാറുള്ള വാക്ക്, നമ്മൾ ആരെങ്കിലും ഒരാൾ മൻസന്ന സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ മാ ഉമില ബിഹാ ഫി ഹയാതിഹി വബഅദ മമാതിഹി ഹത്താ തുത്രക്, ആരെങ്കിലും ഇസ്ലാമിലുള്ള ഒരു സുന്നത്ത് നാട്ടിൽ അങ്ങ് നടപ്പിലാക്കിയാൽ, ഒരു സുന്നത്ത് നടപ്പിലാക്കിയാൽ ഫലഹു അജ്റുഹാ മാ ഉമില ബിഹാ ഫി ഹയാതി, ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ അത് ചെയ്തതിന്റെ പ്രതിഫലം അയാൾക്കുണ്ട്. വബഅദ മമാതിഹി ഹത്താ തുത്രക്, ആ സുന്നത്ത് നാട്ടിൽ നിന്ന് നഷ്ടപ്പെടുന്നത് വരെ അത് ചെയ്തവരുടെ എല്ലാ നന്മകളുടെയും പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതാണ്. ഒരു സുന്നത്തെങ്കിലും നാട്ടിൽ നടപ്പിലാക്കാൻ പറ്റുമോ നോക്കണം. കുടുംബത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ? എന്റെ മഹലിൽ നടപ്പിലാക്കാൻ പറ്റുമോ? എന്റെ കീഴിലുള്ള ചുറ്റുവട്ടത്ത് നടപ്പിലാക്കാൻ പറ്റുമോ? ആലോചിച്ചോ, ഇതിന്റെ പ്രതിഫലം വലുതാണ്. സ്വഹാബത്തെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക. ദരിദ്രരായ കമ്പിളി കൊണ്ട് വസ്ത്രം മറച്ച് തണുപ്പകറ്റാൻ പ്രയാസപ്പെടുന്ന ദരിദ്രരായ കുറച്ചാളുകൾ വന്നു, നബിയെ ഞങ്ങളെ സഹായിക്കണം, ഭയങ്കര പ്രയാസത്തിലാണ്. സ്വഹാബത്തെല്ലാവരും ഇങ്ങനെ നോക്കി, ആരും വല്ലാതൊരു താല്പര്യം കാണുന്നില്ല. ഒരു അൻസാരിയായ മനുഷ്യൻ വിണ്ടുകീറി ഭാരത്താൽ, നാണയങ്ങളിട്ടതിന്റെ ഭാരത്താൽ സഞ്ചി പൊട്ടാൻ മാത്രമുള്ള ഒരു പാത്രത്തിൽ, സഞ്ചിയിൽ കുറച്ച് നാണയങ്ങൾ എടുത്ത് പ്രവാചകർക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ ഈ പാവങ്ങൾക്ക് വേണ്ടി ഞാനിത് തരാൻ തയ്യാറാണ്. ആ മനുഷ്യൻ അവിടെ അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ സദസ്സിലുണ്ടായിരുന്ന വേറെ ചില ആൾക്കാർ എഴുന്നേറ്റു. അവരും അവരുടെ കയ്യിൽ നിന്ന് ഓരോന്നായിട്ട് ഈ പാവങ്ങൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ പറയുന്നൊരു ഉപദേശമുണ്ട്, മൻസന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, ഇസ്ലാമിൽ ഒരു സുന്നത്ത് ഒരാൾ നടപ്പിലാക്കിയാൽ, നമ്മൾ അങ്ങോട്ട് തുടങ്ങി വെച്ചാൽ, ഫഉമില ബിഹാ ബഅദഹു, ആ മനുഷ്യന്റെ കാലശേഷവും അത് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, കുതിബ ലഹു മിസ്ലു അജ്രി മൻ അമില ബിഹാ വലാ യൻഖുസു മിൻ നുജൂരിഹിം ഷൈആ, ഒട്ടും പ്രതിഫലം കുറയാതെ അതിൽ പിന്നെ ചെയ്ത എല്ലാവരുടെയും പ്രതിഫലം ഇവൻക്കും രേഖപ്പെടുത്തപ്പെടും.
വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ, ആരെങ്കിലും ഒരു ദുഷിച്ച പ്രവർത്തനം ഇസ്ലാമിന്റെ മാർഗത്തിൽ ചെയ്താൽ ഫഉമില ബിഹാ ബഅദഹു, അയാളുടെ കാലശേഷം കഴിഞ്ഞിട്ടും ആളുകൾ അതിങ്ങനെ ചെയ്തു തുടങ്ങിയാൽ കുത്തിബ അലൈഹി മിസ്ലു വിസ്രി മൻ അമില ബിഹാ, ആ ദുഷിച്ച പ്രവർത്തനം പിന്നെ ആരൊക്കെ ചെയ്തോ അതിനുള്ളതെല്ലാം അയാളും അനുഭവിക്കേണ്ടി വരും, ഒട്ടും കുറയാതെ ലഭിക്കും. ആലോചിക്കുക, നമ്മൾ എന്ത് ചെയ്തു കൂട്ടിയാണ് ഇവിടുന്ന് പോകുന്നത്? നമുക്കൊക്കെ പരിചയമുള്ളൊരു പേരാണ് കാബീൽ. ആരാണ്? ആദം നബി അലൈഹിസ്സലാമിന്റെ 2 മക്കളിൽ ഒരാൾ. എന്തേ ആ പേരിങ്ങനെ ഇടക്കിടക്ക് പറയുന്നത്? ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊന്ന ചരിത്രം പറയുമ്പോൾ നമ്മൾ പറയുന്ന പേരാണ് കാബീൽ. ആരെയാ കൊന്നത്? സ്വന്തം സഹോദരനെ. ഇനി ഈ ഭൂമി ലോകത്ത് എത്ര കൊലപാതകം നടന്നാലും ഒരോഹരി കാബീലിന്റെ അക്കൗണ്ടിലുണ്ടാകും. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിൻ നഫ്സിൻ തുഖ്തലു ദുൽമാ ഇല്ലാ കാന അല ഇബ്നി ആദമ ലൗവലി കിഫ്ലും മിൻഹാ, ഭൂമിയിൽ അന്യായമായി ആര് കൊലം ചെയ്യപ്പെടുന്നില്ല, ആദമിന്റെ പുത്രൻ അതിന്റെ പാപത്തിന്റെ ഒരു വിഹിതം ഉണ്ടായിട്ടല്ലാതെ അവനാണ് ആ കൊലയുടെ ആദ്യത്തെ ചര്യ തുടങ്ങിയത്. നല്ല ഗൗരവത്തോടെ ആലോചിക്കുക. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതിന്റെയും പിന്നിലുള്ള പല ദുഷിച്ച പ്രവണതകളുടെയും തുടക്കക്കാരായി നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇന്നത് അവസാനിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ചാൻസ്. ഇല്ലെങ്കിൽ പിന്നെ അത് തുടരുന്നിടത്തോളം കാലം നമ്മൾ മാറിയിട്ടുണ്ടാവാം. പക്ഷേ അവിടെ നടക്കുന്ന ഓരോന്നിന്റെയും ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇസ്ലാമിന്റെ നന്മകളുമായി ബന്ധപ്പെട്ട ഏറ്റവും വ്യക്തമായ ഒരു കാഴ്ചപ്പാടാ, എല്ലാവർക്കും എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ചിലർക്ക് സ്വതക്ക ചെയ്യാൻ കഴിയും, ചിലർക്ക് പള്ളി പാരിവാൻ സാധിക്കും, ചിലർക്ക് നല്ല ഇൽമുണ്ടാക്കാൻ കഴിയും, ചിലർക്ക് നന്നായി നോമ്പ് നോക്കുന്നതിന് ഇഷ്ടം. പലർക്കും നന്മകളോട് പലതരം കഴിവുകളും താല്പര്യങ്ങളും ഉണ്ടാകും. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, മാ നഹൈതുക്കും മൻഹു ഫജ്തനിബു, നിങ്ങളോട് വിലക്കിയ എല്ലാ തിന്മകളോടും നിങ്ങൾ ഒഴിവായി നിൽക്കണം. വമാ അമർത്തുക്കും ബിഹി, എന്നാൽ നിങ്ങളോട് നന്മയായി കൽപ്പിച്ചതോ ഫഫഅലൂ മിൻഹു മസ്തതഅതും, നിങ്ങൾക്ക് സാധ്യമാകുന്ന അത്രയും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. അവനവന്റെ സാധ്യതക്കനുസരിച്ച് കൂടുതലായി നിങ്ങൾ നന്മയിലേക്ക് വരിക. ഒരു ചെറിയ നന്മയാണെങ്കിൽ പോലും അതിനെ നിസാരമായി തോന്നരുത്. തിന്മയാണെങ്കിലും അത് ചെറുതല്ലേ എന്ന് തോന്നരുത്. ഹദീസിൽ പറഞ്ഞ വാക്ക്, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ വലൗ അൻ തുഫ്രിഗ മിൻ ദൽവിക ഫീ ഇനാഇൽ മുസ്തസ്ഖീ, ഒരു നന്മയെയും നീ നിസ്സാരമായി കാണണ്ട. എത്രത്തോളം എന്നാൽ, നിന്റെ വെള്ളം കോരുന്ന പാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആവശ്യമായി വരുന്നവന്റെ ഗ്ലാസ്സിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നന്മ പോലും നിസ്സാരമായി കാണണ്ട. അതൊരു നന്മയാണോ? അതിന് പ്രതിഫലം വേറെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ മാർഗത്തിൽ സത്യത്തിന് പഠിച്ച് ഇതിന്റെ മഹത്വം ഉൾക്കൊണ്ട് അതിന്റെ നന്മകളെ അടുത്തറിഞ്ഞ് തിന്മകളുടെ ഗൗരവം മനസ്സിലാക്കിയതെന്ന് വിട്ടുനിന്ന് നല്ല ഈമാനുള്ള ജീവിതത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാണ്.